അതാണ് ഒരു രീതി. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് റബ്ബന ലക്കൽ ഹംദ്. അതാണ് ഒരു രീതി. രണ്ടാമത്തത് റബ്ബന വലക്കൽ ഹംദ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒന്ന് റബ്ബന ലക്കൽ ഹംദ്, രണ്ടാമത്തൊരു രൂപം റബ്ബന വലക്കൽ ഹംദ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു റബ്ബന വലക്കൽ ഹംദ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു നിങ്ങൾ പറയുക റബ്ബന വലക്കൽ ഹംദ്. രണ്ടാമത്തെ രൂപം ഒരു വാവ് അധികരിച്ചു. മൂന്നാമത്തെ രൂപം റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹദീസ്.